ഹലോ, നമ്മളിന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആക്ച്വലി നമ്മുടെ കാറ്ററിംഗ് അസോസിയേഷൻ ഡിസംബർ മാസം ഒരുക്കുന്ന ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരുക്കുന്ന കേക്ക് മിക്സിംഗ് സെറമണിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2024 നോർമൽ രീതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള കേക്ക് മിക്സിംഗ് സെറമണി നമ്മൾ കാണാറുള്ളത് ഒരുപാട് 5 സ്റ്റാർ ഹോട്ടൽസിലും വലിയ മാളുകളിലും ഒക്കെ വലിയ എക്സിക്യൂട്ടീവ് ഷെഫും അല്ലാതെ നിന്നൊക്കെയുള്ള കേക്ക് മിക്സിംഗ് സെറമണി നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ കാണുന്ന അല്ലെങ്കിൽ നടത്തപ്പെടുന്ന 5 സ്റ്റാർ ഹോട്ടൽസിലെല്ലാം നടത്തപ്പെടുന്ന കേക്ക് മിക്സിംഗ് സെറമണിയിലേക്ക് നമുക്കെല്ലാവർക്കും ഒരു ആക്സസ് കിട്ടലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാകലമൊന്നും നമുക്ക് സാധിക്കാറില്ല. എല്ലാവർക്കും സാധിക്കാറില്ല, ചിലർക്ക് സാധിക്കാറില്ല, എല്ലാവർക്കും സാധിക്കാറില്ല. അപ്പൊ നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ഈ നൂറ്റാണ്ടിൽ എത്ര ആധുനികമായ ഒരു സംഘടനയെ മുന്നോട്ട് നയിക്കാം എന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ സംഘടനയ്ക്കും നമ്മുടെ സംഘടനയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും പങ്കെടുക്കാവുന്ന രീതിയിൽ ഒരുക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഒരു കേക്ക് മിക്സിംഗ് സെറമണി നടത്തണമെന്ന് തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ജോർജ് പോൾ മാമ്പള്ളി, നമ്മളെല്ലാവരും വിളിക്കുന്ന ജോജി എണ്ണയാണ് ഞാൻ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്തത്. നമ്മൾ ഇത്തരത്തിലൊരു സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ നിറ കൈകളോടുകൂടി അതെന്താ ചാൻസ് പ്രശ്നം, നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞ് 100% ഇതിനോട് ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരികയും ഇതിനു വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം നൽകിക്കൊണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഒക്ടോബറിൽ തന്നെ നടത്തിയ കേക്ക് മിക്സിംഗ് സെറമണിയുടെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിമനോഹരമായി നമ്മൾ കാറ്ററിംഗ് സംഘടനകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കാറ്ററിംഗ് സംഘടന ഇത്തരത്തിൽ ഒരു കേക്ക് മിക്സിംഗ് സെറമണി കഴിഞ്ഞ വർഷം നടത്തിയത്. എന്നാൽ ആ സന്തോഷമെല്ലാം വീട്ടിൽ തിരിച്ചു ചെന്നപ്പോൾ അവിടെ അസ്തമിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. കാരണം വീട്ടിലുള്ളവർ ഈ വീട്ടിലേക്ക് കടന്നു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഞങ്ങളെ കൂട്ടാതെ നിങ്ങളൊക്കെ അടിച്ചു പൊളിക്കണം നമുക്ക് പരാതികളോട് പരാതി, ഞങ്ങളെ അറിയിച്ചില്ല, ഞങ്ങൾ പറഞ്ഞില്ല, ഇത് നിങ്ങള് കാറ്ററിംഗ് സംഘടനയ്ക്ക് വേണ്ടി നിങ്ങൾ സംഘടനാ പ്രവർത്തനത്തിനായി നടക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നാമ്പുറത്ത് കാര്യങ്ങൾ ചെയ്തു തരുന്നതും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണ്, അല്ലെങ്കിൽ മക്കളാണ്, അല്ലെങ്കിൽ കാരണവന്മാരാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഒഴിവാക്കി നിങ്ങൾ മാത്രം ആഘോഷിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷവും ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മൾ കേക്ക് മിക്സിംഗ് സെറമണി നടത്തണമെന്ന് തീരുമാനിച്ചപ്പോൾ അതൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ആയിട്ട് എല്ലാ കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അതിമനോഹരമായ പരിപാടി നടത്തണമെന്ന് തീരുമാനിക്കുകയും കഴിഞ്ഞ മാസം നമ്മൾ നടത്തിയ ഓണാഘോഷം അതിന് വലിയൊരു പ്രചോദനമാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രാവശ്യം നമ്മൾ കേക്ക് മിക്സിംഗ് സെറമണി ഒരു ഫാമിലി ആയിട്ട് നടത്താൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതിന്റെ പ്രാരംഭം മുതൽ ഇന്നേ വരെ ഒരു സംഘടനയുടെ നേതൃത്വം എന്നുള്ള രീതിയിൽ ഞങ്ങളോട് കൂടെയും ആശയപരമായിട്ടും ബാക്കി മോറൽ സപ്പോർട്ടായിട്ടും ഒപ്പം തന്നെ എന്തിനും മുന്നിൽ നിന്ന് നയിക്കാനായിട്ട് വലിയൊരു എഫേർട്ട് എടുത്ത വ്യക്തിയാണ് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ജോർജ് പോൾ മാമ്പള്ളി. അദ്ദേഹത്തിന് എൻ്റെ കൃത്യമായ ഭാഷയിലും ഒപ്പം തന്നെ നമ്മുടെ ഈ ഫാമിലിക്ക് വേണ്ടിയിട്ടും ഇന്ന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മുടെ സംഘടനയുടെ സ്പന്ദനം നിലനിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സത്യദാസ് AG. ഇദ്ദേഹം നമ്മൾ മുൻപായിരുന്ന സംഘടനയിലും ഈ കഴിഞ്ഞ 10-15 വർഷമായിട്ട് നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ്. ഇന്ന് നമ്മുടെ സംസ്ഥാന നേതൃത്വത്തെ പിടിച്ചു നിർത്തുന്നതിലും വളർത്തുന്നതിലും കേരളത്തിന്റെ ഇങ്ങോളം അങ്ങോളമുള്ള എല്ലാ ജില്ലകളിലും നമ്മുടെ സംഘടനയുടെ കൊടി പാറിക്കാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് നമ്മുടെ മേഖലക്കാരനായത് നമുക്ക് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. അദ്ദേഹം ഇന്ന് ഈ വേദിയിൽ നമ്മുടെ മേഖലയിലെ ഒരു അംഗമായും നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് ചുക്കാൻ പിടിക്കാൻ വേണ്ടി ഇന്നത്തെ ഉദ്ഘാടകനായി ഈ വേദിയിൽ നമുക്കൊപ്പമുണ്ട്. സത്യദാസ് AGയെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് കൈയിലൂടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. അടുത്തതായി നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ കേക്ക് മിക്സിംഗ് സെറമണി നമ്മുടെ സംഘടനയിൽ ഇപ്പൊ മുൻകാലഘട്ടങ്ങളെ പോലെയല്ല, എന്ത് പ്രവർത്തനം വന്നാലും ഫസ്റ്റ് തന്നെ ആ കമ്മിറ്റിയാണ് പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും ക്രോഡീകരിക്കുന്നതും എല്ലാവരും പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്.
അപ്പൊ ഈ പ്രാവശ്യം ഒരു കമ്മിറ്റി രൂപീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഐക്യകണ്ഠേന തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ JJ കാറ്ററിംഗ് നടത്തുന്ന ജോഷി ചേട്ടൻ. ജോഷി ചേട്ടൻ ഇത് ഏറ്റെടുത്തപ്പോൾ എല്ലാവർക്കും ഉള്ളിൽ ഒരു സംശയം ഉണ്ടായിരുന്നു, ഈ ചേട്ടൻ ആദ്യമായിട്ട് ഏറ്റെടുക്കുന്ന ആൾക്ക് എന്താ തോന്നും. എന്നാൽ അത്തരത്തിലുള്ള സംശയങ്ങളെല്ലാം വെറും എന്താ പറയാ ഒരു സംശയമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഈ കമ്മിറ്റി രൂപീകരിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഇന്ന് ഈ വെന്യൂ ഇത്രയും ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനും എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഇവിടെ എത്തിച്ചുകൊണ്ട് അഹോരാത്ര മീന് വേണ്ടിയിട്ട് രാത്രിയും പകലും ഇല്ലാതെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പറഞ്ഞേ ഒരു ജനറൽ കൺവീനിയർ ആയിട്ട് തെരഞ്ഞെടുത്തപ്പോൾ എന്റെ വിചാരം 4 മേശ പിടിച്ചിട്ട് അതിൽ കുറച്ച് ഫ്രൂട്ട്സ് മിക്സ് ചെയ്യാൻ. എന്നാൽ നമ്മളിവിടെ നടത്തുന്ന ഏതൊരു പരിപാടിക്ക് പുറകിലും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രയത്നമുണ്ടെന്ന് ഇന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ എല്ലാ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ സംഘടനാംഗങ്ങളെയും കോർത്തിണക്കുന്നതിന് വേണ്ടി അദ്ദേഹം എടുത്ത വലിയൊരു എഫേർട്ടിന്റെ റിസൾട്ടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന കൂട്ടായ്മയും ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്ന ഈ നമ്മുടെ വെന്യൂ ഡെക്കറേഷൻസും ഈ പറയുന്ന കേക്ക് മിക്സിംഗ് സെറമണിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം. അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെയുള്ള കമ്മിറ്റി അംഗങ്ങളെല്ലാം ഇതിനു വേണ്ടി ഒരുപാട് പ്രയത്നിച്ചു. അപ്പോൾ അദ്ദേഹത്തെ അടുത്തതായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ കേക്ക് മിക്സിംഗ് സെറമണിയിലേക്ക് കൃത്യമായ രീതിയിൽ സ്വാഗതം ചെയ്യും. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ മേഖലാ ട്രഷററാണ്. ബാബു ചേട്ടനായിരുന്നു കഴിഞ്ഞ മാസം വരെ നമ്മുടെ മേഖലാ ട്രഷറർ. നമ്മുടെ ഇലക്ഷൻ അടുത്ത ഡിസംബറിൽ വരാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒരു 2 മാസത്തേക്ക് ചെറിയ ഗ്യാപ്പ് വന്നപ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ടാണ് നമ്മൾ ജയിച്ചാൽ എടുത്തതെങ്കിലും വളരെ കൃത്യനിഷ്ഠമായിട്ട് ഇപ്പൊ ഈ പറയുന്ന പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഫൈനാൻസ് സെക്ടർ ഓരോ രൂപയും എങ്ങോട്ട് നീങ്ങുമെന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അത് ട്രാക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ സുതാര്യമായിട്ടുള്ള രീതിയിൽ സംഘടനയുടെ കണക്കുകൾ എഴുതാനും അത് സൂക്ഷിക്കാനും അത് ആളുകൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ജെയ്സൺ ചേട്ടൻ. അദ്ദേഹത്തെ ഇത്തരത്തിലൊരു പോസ്റ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചത് തന്നെ സംഘടനയുടെ വലിയൊരു വിജയമായിട്ട് കാണുന്നു. അപ്പൊ അദ്ദേഹത്തിനും ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് കൃത്യമായ രീതിയിൽ സ്വാഗതം ചെയ്യും. ഇനി ഞാൻ ആദ്യം പറഞ്ഞോളം തന്നെ ഒരു സംഘടനയുടെ ഏറ്റവും വലിയ നട്ടല് സംഘടനാ നേതാക്കളാണെന്ന് പറയാം. ഒരു പരിധിവരെ ആളുകൾ അങ്ങനെ പറയുമെങ്കിലും ഈ നിൽക്കുന്ന നേതാക്കളുടെ ബാക്ക്ബോണായിട്ട് നിൽക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങളാണ്. അപ്പോ നമ്മുടെ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ നമ്മുടെ സംഘടനാ ചരിത്രങ്ങളിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഫണ്ട് നമ്മുടെ KCS സംഘടനയ്ക്ക് ചാലക്കുടി മേഖലയിൽ രൂപീകരിക്കാൻ സാധിച്ചു. ഏകദേശം 1.5 വർഷം കൊണ്ട് 10-16 ലക്ഷം രൂപ നമ്മുടെ ബാങ്കിൽ നമുക്ക് ഫിക്സഡ് ആക്കാനായിട്ട് സാധിച്ചു. ഒപ്പം തന്നെ ചിലർ പറയും കുപ്പിയിൽ നിന്ന് വന്ന ഭൂതം പോലെയാണ് പ്രവർത്തനങ്ങൾ വരുന്നത്. നമുക്ക് ഒരു വർഷം ത്രൂ ഔട്ടായിട്ട് നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കുന്നതിന്റെ വലിയൊരു റീസൺ കുറച്ചധികം വ്യക്തികൾ ഇതിന്റെ പിന്നാലെ അവരുടെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇതിനെ സ്നേഹിച്ച് ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ ഈ പ്രയത്നത്തിന് അവർക്ക് വരുവാൻ സാധിക്കുന്നത് അവരുടെ കുടുംബങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് കൊണ്ടാണ്. കാരണം വീട്ടിൽ നിന്ന് സമ്മതിക്കുന്നില്ല, കിച്ചണിൽ നിന്ന് സമ്മതിക്കുന്നില്ല, ഇതിനൊന്നും വരാൻ പറ്റില്ല. നമ്മുടെ അഭാവത്തിൽ നമ്മുടെ പോരായ്മകൾ അവിടെ നികത്താനായിട്ട് പ്രയത്നിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ അവരാണ് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന മറ്റെല്ലാവരും. അപ്പൊ നിങ്ങളെല്ലാവരെയും ഒറ്റ വാക്കിൽ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഇന്നത്തെ ഈ കേക്ക് മിക്സിംഗ് സെറമണിയിലേക്ക് ഔദ്യോഗികമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ സമർപ്പിക്കുന്നു. നന്ദി. ജയ് KCS. Thank you so much.